ഹലോ മച്ചന്മാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷം നടന്നില്ല, ഇനി അടുത്ത വർഷമെങ്കിലും നടക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സ്വപ്നമായിരുന്നു ഒരു ഐഫോൺ സ്വന്തമാക്കൽ. നമ്മുടെ ട്രംപണ്ണൻ്റെ ശുഷ്കാന്തി കാരണം കൊണ്ട് ഇനി ആ ഒരു സ്വപ്നമായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് പറയാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്നാളൊരു വാർത്ത നമ്മളെല്ലാവരും കേട്ടല്ലോ. ചെന്നൈയിലെ ഐഫോൺ പ്ലാന്റിൽ നിന്നും ഏകദേശം 600 ടൺ ഫോണാണ് ഒറ്റയടിക്ക് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റി അയച്ചത്. ഇതിനായി ഏകദേശം 6 കാർഗോ പ്ലെയിനുകളാണ് ഉപയോഗിച്ചത്. ഇവിടെ നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ജിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരമുള്ള 600 ടൺ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങേണ്ടിയിരുന്ന, ഇന്ത്യക്കാർക്ക് വേണ്ടി ഇറക്കേണ്ടിയിരുന്ന, ഇന്ത്യക്കാർ മേടിക്കേണ്ടിയിരുന്ന 600 ടൺ ഫോണാണ് ഒറ്റയടിക്ക് അമേരിക്കയിലേക്ക് കയറ്റി അയച്ചിരിക്കുന്നത്. ഇതുമൂലം സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കാൻ പോണത്? 1-1.5 ലക്ഷം രൂപ മൂല്യമുള്ള ഫോണുകളിൽ 600 ടൺ ഫോണുകൾ ഒറ്റയടിക്ക് മാർക്കറ്റിൽ നിന്ന് ഇത് സ്വാഭാവികമായിട്ടും 600 ടൺ ഫോണൊന്നും ആപ്പിളൊന്നും വിൽക്കണം തന്നെ എത്ര സമയമെടുത്ത് വിൽക്കേണ്ട ഫോണുകളാണ് ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ. അതിപ്പോൾ ഒറ്റയടിക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ വിൽക്കാണ്ട് അവർ പുറത്ത് കൊണ്ടുപോയി കടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നേരെ ഇംപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഇതിൻ്റെ നേരെ ഒരു എഫക്റ്റ് ഉണ്ടാകുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെയാണ്. കാരണം ആൾക്കാരുടെ ഡിമാൻഡ് അതുപോലെ ഉണ്ട്. എന്നാൽ 600 ടൺ ഫോൺ ഒറ്റയടിക്ക് ഇവിടുന്ന് അപ്രത്യക്ഷമാക്കി കളയുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോണുകളുടെ വില ക്രമാതീതമായി ഇനി പെട്ടെന്ന് തന്നെ ഒന്ന് കൂടുകയും ചെയ്യും. നമ്മുടെ എല്ലാം ജി ഇത് വല്ലതും അറിയുന്നുണ്ടോ ആവോ? ജി ഇപ്പോഴും ട്രംപഡിന് വേണ്ടി ഇവിടെ കൈ പിടിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനകത്ത് ഏറ്റവും പെട്ട് കിടക്കുന്നത് നമ്മൾ ഇന്ത്യക്കാർ തന്നെയായിരിക്കും. നമ്മുടെ ജി ഇന്നാളം കണ്ടാണല്ലോ അമേരിക്കയായിട്ട് $500 ബില്യൺ 2030 $500 ബില്യൺ ട്രേഡ് നടത്തുമെന്നുള്ള കരാറൊക്കെ ഒപ്പിട്ടിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ആ കരാറ് പാലിക്കാനായിട്ട് ഇനി അമേരിക്ക തള്ളിത്തരുന്ന എന്തും കൈനീട്ടി മേടിക്കേണ്ട ഒരു ഗതികേട് ഇന്ത്യക്ക് വരും അവർ പറയുന്ന വിലയ്ക്ക്. കാരണം അവർക്ക് അവരുടെ ട്രേഡ് ഡെഫിസിറ്റ് അവിടെ കുറയ്ക്കണം. അമേരിക്ക ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൺസ്യൂമർ രാജ്യമാണ്. അവർ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നവരത്. അതുകൊണ്ട് അവരുടെ അവിടുത്തെ ട്രേഡ് ഡെഫിസിറ്റ് വളരെ കൂടുതലാണ്. ഒരു ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ടോട്ടൽ എമൗണ്ട് മൈനസ് ആ രാജ്യം ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ടോട്ടൽ എമൗണ്ടാണ്. അതിലൊക്കെ അമേരിക്ക മൈനസിലേക്കാണ് പോകുന്നത്. അതായത് അവർ എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ് അവർ ഇമ്പോർട്ട് ചെയ്യുന്നത്. ട്രംപണ്ണൻ്റെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അയാൾക്ക് എങ്ങനെയെങ്കിലും അവിടുത്തെ ട്രേഡ് ഡെഫിസിറ്റ് കുറച്ചിട്ട് അതെങ്ങനെയെങ്കിലും ട്രേഡ് സർപ്ലസിലേക്ക് എത്തിക്കുക. അതാണ് അയാളുടെ ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ ഈ കരാർ പ്രകാരം ഇന്ത്യക്ക് അവിടെ നിന്ന് കൂടുതൽ സാധനങ്ങൾ മേടിക്കേണ്ടി വരും, കൂടുതൽ വില കൊടുത്ത് മേടിക്കേണ്ടി വരും. അപ്പോൾ ആ കൂടുതൽ വില കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങൾ ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ വിൽക്കാൻ നേരത്ത് അത് കൂട്ടിയ വിലയ്ക്ക് തന്നെ വിൽക്കേണ്ട ഒരു സാഹചര്യം വരും. ഇവിടെയാണ് നമ്മുടെ ട്രംപണ്ണൻ്റെ ഈ ഇലക്ഷനിലെ പാർട്ടി ഫണ്ടറായ ഇലോൺ മസ്ക് നെടുമ്പള്ളി അരങ്ങ് തകർക്കാൻ പോകുന്നത്. മസ്ക് നെടുമ്പള്ളി എന്തായാലും പുള്ളിയുടെ സ്റ്റാർലിങ്കും ടെസ്ലയായിട്ടൊക്കെ ഉള്ള ഒരു വരവുണ്ടാവും ഇന്ത്യയിലേക്ക്. ഇപ്പം നിലവിൽ എന്തായാലും ഇന്ത്യക്കാർക്ക് ഒരു ബ്രോഡ്ബാൻഡ് സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു റേറ്റിൽ നമുക്കിവിടെ കിട്ടും. ഇനിയിപ്പോൾ സ്റ്റാർലിങ്കൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്തോ. അമേരിക്കക്കാരൻ അവിടെ ഉപയോഗിക്കുന്ന റേറ്റിലൊക്കെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ ഇവിടെ ഇന്ത്യക്കാർക്ക് അവസരം വന്നു കഴിഞ്ഞാൽ തെണ്ടി കുത്തോളം എടുത്ത് പോവുള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഈ വാഹന വിപണിയിലും അവരവരുടേതായ ഒരു സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ചലഞ്ചായിരിക്കും ഇന്ത്യയിലെ പല മാനുഫാക്ചറുകൾക്കും ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ കശ്മീരിൻ്റെ ഭാഗങ്ങളിലാണ് അടുത്ത കാലത്തൊരു ഏറ്റവും വലിയൊരു ലിഥിയത്തിൻ്റെ ഒരു വലിയ ഖനി അടുത്ത കാലത്ത് കണ്ടുപിടിക്കപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെ ഇനി മസ്കിൻ്റെ കയ്യിലേക്കാണോ അതോ അംബാനിയുടെ കയ്യിലേക്കാണോ അതോ മസ്ക് അംബാനിയുടെ കയ്യിലേക്കാണോ എങ്ങനെയാണോ പോണതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതൊക്കെ നമ്മുടെ ജിയുടെ കനിവ് പോലെ ഇരിക്കും. എന്തായാലും മുന്നോട്ട് നമ്മൾ നോക്കുമ്പോൾ അത്ര ആശാവഹമായ സൂചനകളൊന്നും നമുക്ക് കിട്ടുന്നില്ല. നമ്മുടെ ജിയുടെ വരവിൽ പിന്നെ ഇന്ത്യ ചൈനയായിട്ട് പൊതുവെയുള്ള ഓപ്പൺ ട്രേഡിങ്ങുകളെല്ലാം കുറച്ചു. ഓൾറെഡി ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് മൊബൈൽ ഫോണ്, അതുപോലെ നമ്മുടെ ലാപ്ടോപ്പുകൾ, കമ്പ്യൂട്ടറുകൾ, അതുപോലെ മറ്റു പല ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളൊക്കെ പണ്ടൊരു കാലത്ത് ഇന്ത്യ ചൈനയിൽ നിന്നാണ് വളരെ വില കുറച്ച് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അതേ സാധനങ്ങൾ മേക്ക് ഇൻ ഇന്ത്യ ലേബലിൽ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയപ്പെടുന്നു. എന്നിട്ട് അതേ വിലയ്ക്ക്, പഴയ അതേ വിലയ്ക്ക് അല്ലെങ്കിൽ അതിലും കുറച്ചുകൂടി കൂടുതൽ വിലയ്ക്കാണ് നമുക്ക് ഇന്ത്യക്കാരുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. ഇന്നും ഈ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്ത് തേങ്ങയാണ്? ഒന്നുമില്ല.
ചൈനയിൽ നിന്ന് തന്നെ മറ്റു പല ഇമ്പോർട്ടർമാർ ഇമ്പോർട്ട് ചെയ്ത് അത് അവരുടെ പ്ലാന്റുകളിൽ കൊണ്ടുപോയിട്ട് അസംബിൾ ചെയ്ത് അത് ബോക്സിലാക്കി നമുക്ക് കൊണ്ട് തരുന്നു. ഇതാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ നമ്മുടെ ജിയോയുടെ ബുദ്ധിപരമായ നീക്കത്തിൽ പല ഇന്ത്യൻ ഉപഭോക്താക്കൾക്കും വളരെ തുച്ഛമായ വിലയ്ക്ക് ഗാഡ്ജറ്റുകളും കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും മൊബൈലുകളും അങ്ങനെ എന്ന് വേണ്ട പല സാധനങ്ങളും വളരെ തുച്ഛ വിലയ്ക്ക് നൽകിക്കൊണ്ടിരുന്ന അലിബാബ അടച്ചുപൂട്ടി. ഇന്നിപ്പോൾ അതേ സാധനങ്ങൾ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പോയാൽ അതേ സാധനങ്ങൾ അതിൻ്റെ 4 ഇരട്ടി 5 ഇരട്ടി 10 ഇരട്ടി വിലയ്ക്കാണ് നമ്മൾ മേടിക്കേണ്ടത്. ബോക്സ് നമ്മുടെ കയ്യിൽ കിട്ടി തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ലേബലുണ്ട് മെയ്ഡ് ഇൻ ചൈന. നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, പുള്ളി സ്ഥിരം കസ്റ്റമറായിരുന്നു അലിബാബയുടെ. പുള്ളി സ്ഥിരമായിട്ട് പല തരത്തിലുള്ള ഗാഡ്ജറ്റുകൾ പുള്ളി അലിബാബയിൽ നിന്നാണ് മേടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് അടച്ചു പൂട്ടിയതുകൊണ്ട് നേരിടുന്ന ഓരോ പ്രശ്നങ്ങൾ പുള്ളി ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് പറയാറുണ്ട്. ഇപ്പോൾ എന്തായാലും ചൈന അമേരിക്കയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ടാരിഫുകളൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നത്. ഇനി ഇത് നാളെ അമേരിക്കയ്ക്ക് കുത്തുവായിക്കുന്നവർക്കും അവർക്കെതിരെയും ടാർഗറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ജിയും പെടും, ഇന്ത്യയും പെടും. അപ്പോൾ മച്ചാന്മാരെ, ഈ വീഡിയോയുടെ അടുത്തൊരു ഭാഗം വരുന്നത് വരേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.